നമുക്കിന്ന് ഒരു 36 സൈസ് വരുന്ന ഒരു ബ്ലൗസ് തയ്ക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അതുകൊണ്ട് ചെസ്റ്റ് സൈസ് 36 ആണെങ്കിൽ ഞാൻ തയ്ക്കുന്ന വിധത്തിൽ അതിൻ്റെ കൂടെ 4 കൂടെ ആഡ് ചെയ്ത് 40 സൈസിലാണ് നമ്മൾ തയ്ക്കേണ്ടത്. അതിനായിട്ട് എടുത്ത ഈ സാരിയുടെ വിത്ത് ബ്ലൗസാണിത്. നല്ല ഭംഗിയുള്ള ഇത് 2 ഷെയ്ഡാണ്. ഇതിനുള്ള കോപ്പർ കളറും ഉണ്ട്, ഡാർക്ക് ഗ്രീൻ കളറും ഉണ്ട്. ഇങ്ങനെ വെക്കുമ്പോൾ ഒരു കളർ, ഇങ്ങനെ വെക്കുമ്പോൾ വേറൊരു കളർ. അതിൻ്റെ കൂടെ ലൈനിങ്ങിൻ്റെ തുണിയാണിത്. നമുക്ക് ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. ഞാൻ ആദ്യം ഇത് കൈനീളം 10 ഇഞ്ച് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇത് കട്ട് ചെയ്യുന്നതിന് ആദ്യം നമുക്ക് ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് അത് നമുക്ക് ഈ ലൈനിങ്ങിലേക്ക് വെച്ച് കട്ട് ചെയ്തതിന് ശേഷമാണ് ഈ ബ്ലൗസ് പീസിൽ അത് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കുണ്ട് ഇതുപോലെ ലൈനിങ് തുണിയിൽ ഈ പേപ്പർ കട്ടിങ്ങൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെയാകുമ്പം തുണി തികയുമോ ഇല്ലേ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ നമുക്ക് വരത്തില്ല. അതുകൊണ്ട് ഞാനിതിൽ ഒരു ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ ഒരു കട്ടിങ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അതിൻ്റെ ഇപ്പുറത്തെ ഈ സൈഡിൽ കണ്ടോ, ഇവിടെ മറ്റേ ബ്ലൗസ് സ്ലീവും കൂടെ വെച്ച് കട്ട് ചെയ്യാൻ നമുക്ക് സ്ഥലമുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ബെൽറ്റ് വെച്ച് കട്ട് ചെയ്യാം, ഇവിടെയും ബെൽറ്റ് കട്ട് ചെയ്യാം. അങ്ങനെ തുണി നമുക്ക് തികയ്ക്കാം. ലൈനിങ്ങിൻ്റെ തുണി നമ്മൾ വെട്ടിക്കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒറിജിനൽ തുണിയിലേക്ക് നമ്മൾ ഈ കട്ടിങ്സൊക്കെ പേപ്പർ കട്ടിങ്സൊക്കെ വെച്ചിട്ട് നമ്മളിനിയും കട്ട് ചെയ്യാനൊരുങ്ങുകയാണ്. ഇങ്ങനെ ഈ മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തുണി തികയോ ഇല്ലേ അങ്ങനെ ഒരു ഡൗട്ടിൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് കണ്ണുമടച്ച് ഇത് വെട്ടിയെടുത്തിട്ട് ബാക്കി നമുക്ക് തയ്ക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ബ്ലൗസ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് 15 ഇഞ്ച് ഇറക്കവും പിന്നെ കൈനീളം 10 വരുമ്പോൾ 10 ഇഞ്ചും വരുമ്പോഴത്തേക്ക് ഒരു ഡൗട്ടാണ് തുണി തികയോ ഇല്ലേന്ന്. അങ്ങനത്തെ സാഹചര്യത്തിലാണ് ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് നോക്കാവുന്നത്. ആകുമ്പോൾ ഈസി ആയിട്ട് തുണി കൂട്ടി അടിക്കണമെങ്കിൽ വേറെ കൂട്ടി അടിച്ച് അതിന് നീളം കൂട്ടുകയൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് കണ്ടോ, കുറച്ച് ബീഡ് വർക്കും കൂടെ ചെയ്തിട്ടുണ്ട്. ഇത് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. സിമ്പിളായിട്ടുള്ള ബീഡ് വർക്കാണ് ചെയ്തത്. കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ചിട്ടാണ് ഇത് കണ്ടത്. ഇത് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് പിന്നെ ഇതിങ്ങനെ 3 മുത്തുകൾ ഒന്നിച്ച് ഇങ്ങനെ തയ്ച്ച് പിടിപ്പിച്ചേക്കാണ്. ഇതൊരു ബോർഡറായിരുന്നു ഇവിടുന്ന് ഇങ്ങനെ ഇവിടം വരെ. ആ ബോർഡർ ഒന്നുകൂടെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഈ രീതിയിലാകുമ്പോൾ ഇങ്ങനെയാണ് ഈസി ആയിട്ട് തുണി തികയോ ഇല്ല എന്നുള്ളൊരു ഡൗട്ട് ആവശ്യം വരുന്നില്ല. അല്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് തുണി ഇങ്ങനെ തയ്ക്കാവുന്നതാണ്.